Good morning. Today we are going to discuss plate load test. Various field tests used to determine the bearing capacity of soil are plate load test, standard penetration test, and we have already discussed standard penetration test in our previous video. Today we are going to discuss plate load test in detail. Plate load test is a field test used to determine the ultimate bearing capacity of soil and the probable settlement under a given loading. The test essentially consists of loading a rigid plate at foundation level and determine the settlement corresponding to each load increment. Then the ultimate bearing capacity is taken as the load at which plate starts sinking at a rapid rate. ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കുള്ള 3 ഫീൽഡ് ടെസ്റ്റുകളാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്, സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ്, അതുപോലെ സ്റ്റാറ്റിക് കോൺ പെനട്രേഷൻ ടെസ്റ്റ്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ് പഠിച്ചു കഴിഞ്ഞു. ഇനി ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ആണ്. പ്ലേറ്റ് ലോഡ് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് ഫൗണ്ടേഷൻ ലെവലിൽ ഒരു റിജിഡ് പ്ലേറ്റ് പ്ലേസ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ലോഡ് ചെയ്യുന്നു. ഓരോ ലോഡ് ഇൻക്രിമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റിൽമെന്റ് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നു. പ്ലേറ്റ് ദ്രുതഗതിയിൽ സിങ്ക് ചെയ്യുന്ന ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡാണ് നമ്മൾ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ആയിട്ട് എടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ I will introduce you the test setup for the plate load test. Here it is the test pit, okay, and the red color marked plate is known as test plate, and here 2 dial gauge fixtures are provided and 2 dial gauges are provided. For loading purposes we can provide a hydraulic jack or loaded platform. Here it is the hydraulic jack, it is the loaded platform. This load may be sandbags or other dead loads. It is the ball and socket arrangement for providing or fixing jacking position. Next, we can go through the procedure for the plate load test. First step is excavate the test pit up to the desired depth. Pit size should be at least 5 times the size of test plate. ആദ്യം നമ്മൾ ഒരു ടെസ്റ്റ് പിറ്റ് എക്സ്കവേറ്റ് ചെയ്യുക. ഈ ടെസ്റ്റ് പിറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് ടെസ്റ്റ് പ്ലേറ്റിന്റെ സൈസിനേക്കാളും 5 ടൈംസ് ആയിരിക്കണം. ചുരുങ്ങിയത് അത്രയെങ്കിലും ഉണ്ടായിരിക്കണം. At the center of the pit, a small hole or depression is created. Size of hole is equal to size of steel plate, and the ratio of depth to width of hole is equal to ratio of actual depth to width of the foundation. ടെസ്റ്റ് പിറ്റിന്റെ സെൻട്രലായിട്ട് നമ്മൾ ഒരു ഹോള് അല്ലെങ്കിൽ ഒരു ഡിപ്രഷന് ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു ഡിപ്രഷന് അല്ലെങ്കിൽ ഹോളിന്റെ സൈസ് എന്ന് പറയുന്നത് സ്റ്റീൽ പ്ലേറ്റിന്റെ സൈസിന് ഈക്വൽ ആയിരിക്കണം. ഹോളിന്റെ ഡെപ്ത് ടു വിഡ്ത്ത് റേഷ്യോ എന്ന് പറയുന്നത് ഫൗണ്ടേഷന്റെ ആക്ച്വൽ ഡെപ്ത് ടു വിഡ്ത്ത് റേഷ്യോയോട് ഈക്വൽ ആവണം. A mild steel plate is used as a load bearing plate, and this plate having a thickness at least 25 mm, and the size should vary in between 300 mm and 750 mm. We can use plate of 2 different shapes. Those are circular plates and square plates. In case of a square footing we are using square plates, and in case of a circular footing we are using circular plates. ലോഡ് ബിയറിംഗ് പ്ലേറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് ആണ്. ഇതിന്റെ തിക്നെസ് ചുരുങ്ങിയത് 25 mm എങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ ഇതിന്റെ സൈസ് വേരി ചെയ്യുന്നത് 300 mm തൊട്ട് 750 mm വരെയാണ്. സർക്കുലർ ഷേപ്പുള്ള പ്ലേറ്റുമുണ്ട്, സ്ക്വയർ ഷേപ്പുള്ള പ്ലേറ്റുമുണ്ട്. സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ കേസിൽ സ്ക്വയർ പ്ലേറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ സർക്കുലർ ഫൂട്ടിങ്ങിന്റെ കേസിൽ സർക്കുലർ പ്ലേറ്റ്സും ഉപയോഗിക്കുന്നു. A column is placed at the center of the plate. പ്ലേറ്റിന്റെ സെന്ററിൽ ഒരു കോളം പ്ലേസ് ചെയ്തിട്ടുണ്ട്.
ടെസ്റ്റ് സെറ്റപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടെസ്റ്റ് പ്ലേറ്റിന്റെ സെൻട്രലായിട്ട് ഇവിടെ ഒരു കോളം പ്ലേസ് ചെയ്തതായിട്ട് കാണാൻ കഴിയും. ഹിയർ ദ ലോഡ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ടെസ്റ്റ് പ്ലേറ്റ് ത്രൂ ദി സെൻട്രലി പ്ലേസ്ഡ് കോളം. സെൻട്രലി പ്ലേസ്ഡ് ആയിട്ടുള്ള കോളത്തിലൂടെയാണ് പ്ലേറ്റിലോട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. Loading can be done in two ways. First one is gravity loading and second one is by truss method. In case of gravity loading, a platform is constructed over the column and load is applied to this platform. ഇവിടെ കണ്ടോ, ഈ കോളത്തിന്റെ മുകളിൽ ഇവിടെയായിട്ട് ഒരു പ്ലാറ്റ്ഫോം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ മുകളിലാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. Gravity loading is applied by means of sandbags or any other dead loads. അപ്പോൾ ഗ്രാവിറ്റി ലോഡിങ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ്. സാൻഡ് ബാഗുകൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡെഡ് ലോഡ്സ് ഉപയോഗിച്ചിട്ടോ ആണ് നമ്മൾ ഗ്രാവിറ്റി ലോഡിങ് ചെയ്യുന്നത്. And in case of truss method, hydraulic jack is provided in between column and the loading platform. ട്രസ് മെത്തേഡിന്റെ കേസിൽ കോളത്തിനും പ്ലാറ്റ്ഫോമിന്റെയും ഇടയിലായിട്ട് ഒരു ജാക്ക്, ഹൈഡ്രോളിക് ജാക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹൈഡ്രോളിക് ജാക്കിലൂടെയാണ് നമ്മൾ ഗ്രാജുവൽ ലോഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2 dial gauges are placed at the diagonal corners of the plate in order to record the settlement. These dial gauges are placed on a platform, that is dial gauge fixer, then it does not settle with the test plate. ചുരുങ്ങിയത് 2 ഡയൽ ഗേജെങ്കിലും നമ്മൾ പ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ ടെസ്റ്റ് പ്ലേറ്റിന്റെ ഡയഗണൽ കോർണേഴ്സിലായിട്ട്. ഈ ഡയൽ ഗേജസ് നമ്മൾ ഡയൽ ഗേജ് ഫിക്ചേഴ്സിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് പ്ലേറ്റ് സെറ്റിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഈ 2 ഡയൽ ഗേജും സെറ്റിൽ ചെയ്യപ്പെടുകയില്ല. Apply a seating load of 70 gram per centimeter square. നമ്മൾ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു സീറ്റിംഗ് ലോഡ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ആ സീറ്റിംഗ് ലോഡിന്റെ വാല്യൂ ആണ് 70 gram per centimeter square. We have to release this seating load before starting our actual loading. നമ്മുടെ ആക്ച്വൽ ലോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള സീറ്റിംഗ് ലോഡ് നമ്മൾ റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. We have to note down this initial readings. നമ്മൾ ഈ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഇനീഷ്യൽ റീഡിങ്സ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. Then load is applied through the jack and increased gradually. എന്നിട്ട് നമ്മൾ ജാക്കിലൂടെ ലോഡ് അപ്ലൈ ചെയ്യുക, ഗ്രാജുവലി ആയിട്ട് ഇൻക്രീസ് ചെയ്യുക. നമ്മളിവിടെ ലോഡ് ഗ്രാജുവലി ആയിട്ട് ഇൻക്രീസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഇൻക്രിമെന്റ് എങ്ങനെയായിരിക്കണം? Cumulative equal increments up to 1 kilogram per centimeter square or 1/5 of the estimated bearing capacity, whichever is less. ഒന്നുകിൽ ക്യുമുലേറ്റീവ് ഈക്വൽ ഇൻക്രിമെന്റ് ആയിട്ട് 1 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബിയറിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ 1/5 ആയിട്ടാണ് നമ്മൾ ഇൻക്രിമെന്റ് കൊടുക്കേണ്ടത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഏത് വാല്യൂ ആണോ ചെറുത് കിട്ടുന്നത് ആ വാല്യൂ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. Settlement is observed for each increment from dial gauge after an interval of 1, 2.25, 4, 6.25, 9, 16 and 25 minutes and thereafter at hourly intervals until the rate of settlement is less than 0.02 mm per hour. The readings are noted in tabular form. ഡയൽ ഗേജിൽ നിന്ന് ഓരോ ഇൻക്രിമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റിൽമെന്റ് നമ്മൾ എഴുതിയെടുക്കേണ്ടതായിട്ടുണ്ട്. 1 മിനിറ്റില്, 2.25 മിനിറ്റില്, 4 മിനിറ്റില്, 6.25 മിനിറ്റില്, 9 മിനിറ്റ്സില്, 16 മിനിറ്റ്സില്, 25 മിനിറ്റ്സില്. അതിനുശേഷം ഹവർലി ഇന്റർവെല്ലിലും നമ്മൾ സെറ്റിൽമെന്റ് റീഡിങ്സ് നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. റേറ്റ് ഓഫ് സെറ്റിൽമെന്റ് 0.02 mm per ഹവറിനേക്കാളും കുറവ് വരുന്ന ആ ഒരു ഹവർലി ഇന്റർവെൽ വരെയാണ് നമ്മൾ റീഡിങ്സ് എടുക്കേണ്ടത്. Then next increment of load is applied and readings are observed under new load.
പിന്നീട് നമ്മൾ ഒരു പുതിയ ലോഡ് സെറ്റ് ചെയ്തിട്ട് ഇൻക്രിമെന്റ്സുകൾ കൊടുക്കണം. എന്നിട്ട് ഓരോ ഇൻക്രിമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റിൽമെന്റ് റീഡിങ്സ് നോട്ട് ചെയ്ത് വെക്കണം. ടെസ്റ്റ് ഷാൽ ബി കണ്ടിന്യൂഡ് ടിൽ എ സെറ്റിൽമെന്റ് ഓഫ് 25 mm under normal cases and up to 50 mm in special cases. Special cases means in case of dense gravel and sand mixture. സാധാരണ കേസിൽ നമ്മുടെ നോർമൽ കണ്ടീഷൻസിൽ സെറ്റിൽമെന്റ് 25 mm ആകുന്ന വരെയാണ് നമ്മൾ ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. എന്നാൽ സ്പെഷ്യൽ കേസസിൽ അഥവാ ഡെൻസ് ഗ്രാവൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്രാവൽ സാൻഡ് മിക്സ്ചർ വരുന്ന സമയത്ത് നമ്മൾ സെറ്റിൽമെന്റ് 50 mm വരെ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ ഡ്രോ ദി ലോഡ് സെറ്റിൽമെന്റ് കർവ്. എന്നിട്ട് നമ്മൾ ലോഡ് സെറ്റിൽമെന്റ് കർവ് പ്ലോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. Here load is taken in the x-axis and settlement S is taken in the y-axis. After plotting each values, the curve broken at some point. Here it is the point. Then the load corresponding to this point is taken as the ultimate load. Then ultimate bearing capacity is calculated, which is equal to ultimate load into width of pitch divided by size of plate. And safe bearing capacity is calculated as ultimate bearing capacity divided by factor of safety. We can take factor of safety value as 2 or 3. നമ്മൾ റീഡിങ്സ് വെച്ചിട്ട് ഒരു ലോഡ് സെറ്റിൽമെന്റ് കർവ് പ്ലോട്ട് ചെയ്യുന്നു. ലോഡ് എക്സ് ആക്സിൽ എടുക്കുന്നു, സെറ്റിൽമെന്റ് വൈ ആക്സിൽ എടുക്കുന്നു. നമ്മൾ ഈച്ച് വാല്യൂസ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പോയിന്റിൽ കർവ് ബ്രോക്കൺ ചെയ്യുന്നതായിട്ട് കാണാം. ആ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡിനെ പറയുന്ന പേരാണ് അൾട്ടിമേറ്റ് ലോഡ്. അൾട്ടിമേറ്റ് ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാം. അതിനുള്ള എക്സ്പ്രഷൻ ആണ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് ലോഡ് ഇൻറ്റു വിഡ്ത്ത് ഓഫ് പിറ്റ് ഡിവൈഡഡ് ബൈ സൈസ് ഓഫ് പ്ലേറ്റ്. ഓക്കെ, പിറ്റിന്റെ വിഡ്ത്തും ആവശ്യമായിട്ട് വരുന്നുണ്ട്, പ്ലേറ്റിന്റെ സൈസും ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി നമുക്ക് അവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയും ലഭിക്കും. Next, what are the different limitations of plate load test? Plate load ടെസ്റ്റിന്റെ വ്യത്യസ്തങ്ങളായ ലിമിറ്റേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The test only reflect the soil characteristics within a depth less than the twice width of bearing plate. Bearing പ്ലേറ്റിന്റെ വിഡ്ത്തിന്റെ ട്വൈസ് ടൈംസിലും കുറഞ്ഞ ഒരു ഡെപ്തിൽ മാത്രമേ ആ ഒരു റീജിയനിലുള്ള സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇറ്റ് ഈസ് എ ഷോർട്ട് ഡ്യൂറേഷൻ ടെസ്റ്റ് ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഡസ് നോട്ട് ഗീവ് അൾട്ടിമേറ്റ് സെറ്റിൽമെന്റ് ഇൻ കേസ് ഓഫ് കൊഹസീവ് ടൈപ്പ് സോയിൽസ്. ഇതൊരു ഷോർട്ട് ഡ്യൂറേഷൻ ടെസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കൊഹസീവ് ടൈപ്പ് സോയിൽസിന്റെ കേസിൽ അൾട്ടിമേറ്റ് സെറ്റിൽമെന്റ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. Third limitation is the effect of size of foundation. ഫൗണ്ടേഷന്റെ സൈസ് കാരണമുള്ള ഒരു ലിമിറ്റേഷൻ ആണ് തേർഡ് ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ഇൻ കേസ് ഓഫ് ക്ലേ ടൈപ്പ് സോയിൽസ് അൾട്ടിമേറ്റ് പ്രഷർ ഫോർ ലാർജ് ഫൗണ്ടേഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഫോർ ദി ടെസ്റ്റ് പ്ലേറ്റ്. ക്ലേ ടൈപ്പ് സോയിൽസിൽ ടെസ്റ്റ് പ്ലേറ്റിന് ആവശ്യമായിട്ടുള്ള അൾട്ടിമേറ്റ് പ്രഷർ തന്നെയായിരിക്കും ലാർജ് ഫൗണ്ടേഷൻ ആയാലും വരുന്നത്. But in case of dense sandy soils, bearing capacity increases with size of foundation. എന്നാൽ dense sandy soilsന്റെ കേസിൽ ബിയറിംഗ് കപ്പാസിറ്റി ഫൗണ്ടേഷന്റെ സൈസ് അനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ചെറിയ സ്മാൾ സൈസുള്ള ബിയറിംഗ് പ്ലേറ്റിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിയായ വാല്യൂ ആയിരിക്കില്ല കിട്ടുന്നത്. So in today's section we have discussed plate load test setup, plate load test procedure and also limitations of plate load test. Okay, thank you.